പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത് ഇറാൻ വ്യോമപാതയിലൂടെയുള്ള യാത്ര അപകടകരമായതിനാൽ. കുറുനരി ആക്രമണത്തിൽ വെള്ളാങ്കല്ലൂർ പൈങ്ങോട് സ്വദേശിക്ക് പരിക്കേറ്റു. പൈങ്ങോട് ചമയ നഗർ സ്വദേശി പായമേൽ ഉണ്ണികൃഷ്ണനാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദ്യ സന്ദർശകർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇറാൻ വ്യോമപാതയിലൂടെയുള്ള യാത്ര അപകടകരമായതിനാലാണ് വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇറാൻ വ്യോമപാതയിലൂടെയുള്ള യാത്ര അപകടകരമായതിനാലാണ് വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. പുലർച്ചെ 2:38 മസ്കറ്റിലേക്ക് പുറപ്പെട്ട ഒമാൻ എയർവേസ് വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചു വിളിച്ചു. ഉച്ചയ്ക്ക് 2:35 ഷാർജയിലേക്ക് പോകാനിരുന്ന വിമാനവും റദ്ദാക്കി. വൈകിട്ട് 5:20 ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ആകാശ എയർ സർവീസും റദ്ദാക്കി. ഇൻഡിഗോയുടെ ഗൾഫ് സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചു. 6:20 ദുബായിലേക്കുള്ള വിമാനം, രാത്രി 9:50 റാസൽ ഖൈമയിലേക്കുള്ള വിമാനം, രാത്രി 10:50 അബുദാബിയിലേക്കുള്ള വിമാനവും ഇൻഡിഗോ റദ്ദാക്കി. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിമാനത്താവളത്തിലെത്തിയ 100 കണക്കിന് യാത്രക്കാരാണ് ഇതോടെ കുടുങ്ങിയത്. സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രധാന ഗൾഫ് സർവീസുകളും റദ്ദാക്കി. മീഡിയ ടൈം, കൊച്ചി. കുറുനരി ആക്രമണത്തിൽ വെള്ളാങ്കല്ലൂർ പൈങ്ങോട് സ്വദേശിക്ക് പരിക്കേറ്റു. പൈങ്ങോട് ചമയ നഗർ സ്വദേശി പായമേൽ ഉണ്ണികൃഷ്ണനാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണന്റെ കൈക്ക് സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ. പൈങ്ങോട് പ്രദേശത്ത് കുറുനരി ശല്യം രൂക്ഷമാണ്. വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെ നായയുടെ ബഹളം കേട്ട് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ കുറുനരിയെ കണ്ട് തുരത്തിയിരുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണന്റെ 6ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കുറുനരി വീണ്ടും എത്തി ഉണ്ണികൃഷ്ണനെ ആക്രമിച്ചത്. ദേഹത്തേക്ക് ചാടിക്കയറി ആക്രമിച്ച കുറുനരിയെ പ്രാണരക്ഷാർത്ഥം കയ്യിൽ കിട്ടിയ വടിയെടുത്ത് അടിച്ചു മാറ്റിയെങ്കിലും താഴെ വീണ ഉണ്ണികൃഷ്ണന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. വീടിന് അടുത്ത വീട്ടിലെ പട്ടിയുടെ ഭയങ്കര കൊര കേട്ടു. അപ്പോൾ ഞാൻ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പൊക്കത്തുനിന്ന് കുറുക്കാൻ വീട്ടിലേക്ക് നോക്കി നിൽക്കണം. അപ്പോൾ ഞാൻ കുട്ടികളെ വേഗം അത് വിളിച്ചകത്തേറ്റി ഞാൻ വടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറുക്കാൻ ആ സെക്കൻഡ് കൊണ്ട് കുറുക്കാൻ മുറ്റത്തെത്തി. അങ്ങനെ അതിനെ ഓടിച്ച് അടുത്തൊക്കെ ഓടിച്ച് അത് കാട്ടിനുള്ളിൽ കയറി പോയി. പിന്നെ ഞാൻ പറഞ്ഞു, കുറുക്കൻ കാടിനുള്ളിൽ കയറി പോയിട്ട് നിങ്ങൾ ഇറങ്ങാൻ പറ്റട്ടാ, ചിലപ്പോൾ ആളെ ലക്ഷ്യം വേറെ ഒറ്റയാനാണ്, അത് ലക്ഷ്യം വേറെയാണത്. അപ്പോൾ ഞാൻ പതുക്കെ വീട്ടിൽ പതുക്കെ ഇറങ്ങി, സ്കൂളിൽ പോകണമെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഇറങ്ങിയാൽ പോയി തന്നെ പതുക്കെ ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് ഇറങ്ങി. കഴിക്കില്ല, എൻ്റെ നേർക്ക് പാഞ്ഞു വന്ന് കയറി ഞാൻ ഒരു വടിൻ്റെ ആ വടി കൊണ്ട് കുത്തിയതിനെ താഴെ ഇട്ട് അങ്ങനെ പെടച്ചലിൽ ഞാൻ തെറിച്ച് പോയി. ആ തെറിച്ച് പോയി എൻ്റെ കൈ എല്ല് പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒരു സർജറി കൂടി വേണം, അത് ഇനി അടുത്ത ബുധനാഴ്ച സർജറി കൂടി വേണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉണ്ണികൃഷ്ണന്റെ കൈക്ക് സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ. പൈങ്ങോട് പ്രദേശത്ത് കുറുനരി ശല്യം രൂക്ഷമാണ്. മുൻപും പലരെയും കുറുനരികൾ ആക്രമിച്ചിട്ടുണ്ട്. നാട്ടുകാർ കുറുനരിയെ കുറുക്കനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വന്യജീവി വിഭാഗത്തിൽപ്പെട്ട ഈ മൃഗം ഗ്രാമീണ മേഖലയിൽ പെറ്റുപെരുകി താമസിക്കുകയാണ്. ഒഴിഞ്ഞ പാടങ്ങളും കുറ്റിക്കാടുകളിലുമാണ് ഇവയുടെ വാസം. നായ്ക്കളെ മാത്രമാണ് കുറുനരികൾക്ക് ഭയമുള്ളത്. മുൻപ് ഇര തേടി രാത്രികാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങിയിരുന്ന ജീവികൾ ഇപ്പോൾ പകൽ വെളിച്ചത്തിലും വിഹരിക്കുന്നത് മനുഷ്യന്റെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമാണ്. പൈങ്ങോട് പ്രദേശത്ത് കുട്ടികളെ വീടിന് പുറത്തേക്കിറക്കാൻ പോലും വീട്ടുകാർ ഭയക്കുകയാണ്. ആളുകൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോഴാണ് തുടങ്ങിയതെന്നും മുൻപ് വളർത്തുമൃഗങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇവിടെ ഒരു വീട്ടിലെ 8ഓളം കോഴികളെ കുറുനരി പിടിച്ചെന്നും നാട്ടുകാർ പറയുന്നു.
മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദ്യ സന്ദർശകർ. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ടിക്കറ്റ് എടുത്ത് KSRTC ബസ്സിലാണ് മന്ത്രിമാർ പാർക്ക് ചുറ്റിക്കണ്ടത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ പ്രവേശനമുണ്ട്. തിങ്കളാഴ്ച ദിവസം മാത്രമാണ് മുടക്കെടുക്കുന്നത്. 2 തരത്തിൽ യാത്ര ചെയ്യാം. വാഹനങ്ങളിലും പോകാം, അതുപോലെ തന്നെ നടന്നും പോകാം. കുറച്ചു ദൂരം നടക്കലും കുറച്ചു ദൂരം വാഹനവുമായിരിക്കും ഏറ്റവും നല്ലത്. ഉച്ചക്കലത്തെ വെയിലൊക്കെ ഉള്ളപ്പോൾ വാഹനങ്ങൾ കൂടി ഉപയോഗിക്കാം. ഒരു ഫുഡ് കിയോസ്കും 4 അനുബന്ധമായിട്ടുള്ള പിന്നെ ഫുഡ് സെന്ററുകളും ഇതിനകത്തുണ്ട്. വെള്ളം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. 2 ഇലക്ട്രിക്കൽ ബസ്സുകൾ എപ്പോഴും ഓടും. ആളുകൾക്ക് അതിൽ കയറിയും ഇറങ്ങിയും ഒക്കെ മുന്നോട്ട് പോകാം. സുവോളജിക്കൽ പാർക്ക് എന്ന 10-30 വർഷക്കാലത്തെ നമ്മുടെ ഒരു അനുഭവത്തിന്റെ നേർസാക്ഷ്യം അനുഭവമായി ഇവിടെ തുടങ്ങുകയാണ്. പ്രകൃതിയോടൊപ്പം നടക്കാനും വന്യജീവികളുടെ ലോകം അടുത്തറിഞ്ഞ് അനുഭവിക്കാനും പുതുവൈഭവത്തോടെ സജ്ജമാക്കിയതാണ് സുവോളജിക്കൽ പാർക്ക്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പ്രവേശന സമയം. മറ്റ് മൃഗശാലകളിലെ പോലെ തന്നെ തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിനും അവധിയായിരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. ഹെഡ് മാസ്റ്ററുടെയോ പ്രിൻസിപ്പലിന്റെയോ അനുമതിയോടെ സ്കൂൾ യൂണിഫോമിൽ ഗ്രൂപ്പായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവുകളോടെയുള്ള പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. കിൻഡർ ഗാർഡൻ, LKG, UKG തുടങ്ങി 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. സുവോളജിക്കൽ പാർക്കിനകത്തെ യാത്രയ്ക്കായി KSRTCയുടെ 2 ഇലക്ട്രിക് ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നോൺ AC ബസ്സുകളിൽ മുതിർന്നവർക്ക് 50 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയുമായിരിക്കും ടിക്കറ്റ് നിരക്ക്. മീഡിയ ടൈം, തൃശൂർ. ചരിത്രം കുറിച്ച് ഗുരുവായൂർ ആനയോട്ടത്തിൽ രവികൃഷ്ണ 3ാമതും ജേതാവ്. ഇത്തവണ ഉത്സവത്തിന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പേറ്റാനുള്ള നിയോഗം രവികൃഷ്ണയ്ക്കായി. ഇന്ന് ഉത്സവ കൊടിയേറ്റിനോടനുബന്ധിച്ചാണ് ഐതിഹ്യപ്പെരുമയിൽ ആനയോട്ടം നടന്നത്. ക്ഷേത്രത്തെ 3 വലം വെച്ച് കൊടിമരത്തിൽ തൊട്ടതോടെ കണ്ണന്റെ തിടമ്പേറ്റാനുള്ള സൗഭാഗ്യം കൊമ്പന് സ്വന്തമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളില്ലാതിരുന്ന കാലത്തെ അനുസ്മരിച്ചാണ് ആനയോട്ടം. ബാലു, കൃഷ്ണനാരായണൻ, രവികൃഷ്ണൻ എന്നീ 3 ആനകൾ ആനയോട്ട ചടങ്ങിന്റെ മുൻനിരയിൽ അണിനിരന്നു. ക്ഷേത്രത്തിൽ നാഴികമണി 3 വട്ടം അടിച്ചതോടെ പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് ഓടിയെത്തി മഞ്ജുളാനിന് മുന്നിൽ അണിനിരത്തിയ ആനകളെ മണി അണിയിച്ചു. തുടർന്ന് ക്ഷേത്രം ലക്ഷ്യം വെച്ച് ആനയോട്ടം ആരംഭിച്ചു. ഓടി കിഴക്കേ ഗോപുരത്തിൽ ആദ്യമെത്തിയതോടെ രവികൃഷ്ണയെ ജേതാവായി പ്രഖ്യാപിച്ചു. ഗോപുരം കടന്ന ക്ഷേത്രത്തെ 3 വലം വെച്ച് കൊടിമരത്തിൽ തൊട്ടതോടെ കണ്ണന്റെ തിടമ്പേറ്റാനുള്ള സൗഭാഗ്യം കൊമ്പന് സ്വന്തമായി. മീഡിയ ടൈം, ഗുരുവായൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. KSSPU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. 34ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കുള്ള അതിയായ സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ നമ്മുടെ വാർഷിക റിപ്പോർട്ട് കണക്കൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. റിപ്പോർട്ട് കുറച്ച് ശുഷ്കമായി പോയി എന്നെനിക്ക് തോന്നുന്നു. കുറേ കൂടെയൊക്കെ വിശദീകരിച്ച് വരാറുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ റിപ്പോർട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റിപ്പോർട്ടിൽ കണ്ടൻസ്ഡ്, പക്ഷേ കുറേ കൂടെയൊക്കെ വിപുലീകരിച്ച് വിശദീകരിച്ച് പറയാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മാള ബ്ലോക്കിൻ്റെ അംഗസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള പ്രാതിനിധ്യം ഞാനവിടെ കാണുന്നില്ല. അതിന് സ്വല്പം പോരായ്മയുണ്ട്. ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇത്തരം സമ്മേളനങ്ങൾ
പങ്കെടുക്കേണ്ട ആളുകളെ പൂർണ്ണമായും പങ്കെടുപ്പിക്കുവാനുള്ള ശ്രമം ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ സംഘടന പ്രവർത്തന നിരതമായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. AF അഫ്രേം, സേതു മാധവൻ, ലളിത, ജോയ് മണ്ഡകത്ത്, VK ഗോപാലൻ, MR ഗോപൻ, EB രമണി, CD രാജൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് പൂപ്പത്തി സെന്ററിൽ സ്വീകരണം നൽകി. VR സുനിൽകുമാർ MLA ക്യാപ്റ്റനും M രാജേഷ് വൈസ് ക്യാപ്റ്റനും KV ബസന്തകുമാർ മാനേജറുമായ ജാഥയുടെ സ്വീകരണ യോഗത്തിൽ IS അക്ഷയ്, TK സന്തോഷ്, KP ഹരി, AA ഹക്കീം, അരുൺ PV, ഉണ്ണിമിക് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിനനുബന്ധമായിട്ട് 1000 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പുയ്യ ഗ്രാമപഞ്ചായത്തിൽ അതിനനുസൃതമായിട്ട് തന്നെയുള്ള വികസന പ്രവർത്തനങ്ങൾ, ബേക്കൽ ഗ്രാമത്തിന് 1 കോടി രൂപ, അതുപോലെ തന്നെ പൂപ്പത്തി പുത്തമ്പേലിക്കര റോഡിന് 6 കോടി രൂപ, എടാകുളം ഇറിഗേഷൻ പദ്ധതി ഉൾപ്പെടെ 5 കോടി രൂപ, അഡാക്ക് അതിനായിട്ട് 12 കോടി രൂപ, അഡാക്കിൻ്റെ റോഡിന് വേണ്ടി 90 ലക്ഷം രൂപ, അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, കാട് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള 1.5 കോടി രൂപ ഉൾപ്പെടെ ഈ പഞ്ചായത്തിൽ തന്നെ 25 കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 10 ദിവസങ്ങളിലായി നടന്നുവന്ന ഉത്സവാഘോഷത്തിന് സമാപനമായി. സമാപന ദിവസം വൈകിട്ട് കൊടിയിറക്കം, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, പഞ്ചവാദ്യം, പാണ്ടിമേളം, കൊടിക്കൽപ്പറ എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന സേഫ് തൃശൂർ കുട്ടികളുടെ സമഗ്ര വികസനം തിയേറ്റർ വർക്ക്ഷോപ്പ് സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ അന്തർലീനമായ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും വനിതാ ശിശു ക്ഷേമ വകുപ്പും കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പദ്ധതി 2 ദിവസത്തെ നിങ്ങളുടെ ക്ലാസ്സുകളും മനോസന്നദ്ധത്തിൽ നടത്തിയ അവലോകനമൊക്കെ കേട്ട് നിങ്ങളെന്തായാലും നല്ല രീതിയിൽ നിങ്ങളുടെ അന്തർലീനമായ കേൾക്കുന്ന കഴിവുകളെ പുറത്തേക്ക് എടുക്കുന്നതിനും അത് പ്രകടിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ മിടുക്കന്മാരും മിടുക്കിയില്ലാന്നാണ് ടീച്ചർ തന്നെ മനസ്സാറ് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാ കഴിവുകളും ഇനിയും കിടക്കുന്ന ഒട്ടനവധി കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിലവിലെ അവസരങ്ങളുണ്ട്. PTA പ്രസിഡന്റ് EP രാജീവ് അധ്യക്ഷത വഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ P മീര പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക TK സുജാത, ജൂനിയർ സൂപ്രണ്ട് ഷൈജു എന്നിവർ സംസാരിച്ചു. ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് കാരുണ്യ ഭവനം നിർമ്മിച്ചു നൽകി ഇടവക ദേവാലയം. തൃശൂർ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് നിർധനരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. 1 വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടനകളുടെയും കുടുംബ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ നിരവധിയായ സംഗമങ്ങൾ പള്ളിയിൽ നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം സംഭരിച്ച തുക ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയതെന്ന് വികാരി ഫാദർ ജെൻസ് തട്ടിൽ പറഞ്ഞു. കൈക്കാരന്മാരായ ANP ജോൺസൺ, ജിജോ ജോസ്, DF ഡെൻസൺ, ജൂബിലി കൺവീനർ സെബി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് ജനറൽ ആശുപത്രി അധികൃതർ പാവപ്പെട്ട രോഗാവസ്ഥയിലുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന അവസ്ഥയ്ക്കെതിരെ ദേശീയ ജനാധിപത്യ സഖ്യം താലൂക്ക് ആശുപത്രി പരിസരത്ത് ധർണ നടത്തി.
താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നിയമിച്ച് കാർഡിയോളജി വിഭാഗം കൊണ്ടുവരികയും കൂടുതൽ നഴ്സുമാരെ നിയമിക്കാനും അധികൃതർ തയ്യാറാവണമെന്നും ധർണക്കാർ ആവശ്യപ്പെട്ടു. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രഭാരി MA വിനോദ് ഉദ്ഘാടനം ചെയ്തു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. 2020 സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ വർഗീസ് ജോർജ്, 2020 കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിശങ്കർ, BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, പ്രിൻസ് തലശ്ശേരി, IS മനോജ് എന്നിവർ സംസാരിച്ചു. PS അനിൽകുമാർ, സിബിൻ അമ്പാടി, VG ഉണ്ണികൃഷ്ണൻ, MG പ്രശാന്ത് ലാൽ, സെൽവൻ മണക്കാട്ടുപടി, വിനീത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 42,20,70,000 രൂപ ചെലവും 42,62,881 രൂപ വരവും 41 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പാർപ്പിട മേഖലയ്ക്ക് 1.48 കോടി രൂപയും തൊഴിൽ മേഖലയ്ക്ക് 50 ലക്ഷം രൂപയും പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ് അവതരിപ്പിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 27 കോടിയും പട്ടികജാതി മേഖലയ്ക്ക് 2,20 ലക്ഷവും സേവന മേഖലയ്ക്ക് 2,74 ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 94 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാർച്ച് 1 ഞായറാഴ്ച വൈകിട്ട് 4-ന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. മുൻ ജില്ലാ ജഡ്ജി P മാധവൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ VP സജിത് കുമാർ, സംയോജകന്മാരായ പ്രദീപ് കുമാർ, മുല്ലശ്ശേരി, ശ്രീജിത്ത്, വ്യാസപുരം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത് ഇറാൻ വ്യോമപാതയിലൂടെയുള്ള യാത്ര അപകടകരമായതിനാൽ. കുറുനരി ആക്രമണത്തിൽ വെള്ളാങ്കല്ലൂർ പൈങ്ങോട് സ്വദേശിക്ക് പരിക്കേറ്റു. പൈങ്ങോട് ചമയ നഗർ സ്വദേശി പായമേൽ ഉണ്ണികൃഷ്ണനാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദ്യ സന്ദർശകർ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.